ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു കായ്പോള എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വാട്ടിയെടുക്കുക. ചെറുതായി അരിഞ്ഞ നേന്ത്രപ്പഴം 2 എടുത്തിട്ടുണ്ട്. അതും ഈ നെയ്യിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. കളർ മാറി ഒന്ന് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതിനെ മാറ്റി വെച്ചേക്കുക. ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പ്, പിന്നെ ഏലക്ക. മുട്ടേൻ്റെ മണം മുന്നിട്ട് നിൽക്കാതിരിക്കാൻ ഏലപ്പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 4 ടേബിൾ സ്പൂൺ പാലും ഒഴിച്ചിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ടൊരു ബൗളിലേക്ക് ഒഴിക്കുക. നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള പഴവും അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി പകുതി ഇട്ട് കൊടുക്കുക. ബാക്കി അവിടെ മാറ്റി വെക്കുക. ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഒരു അടികട്ടിയുള്ള പാൻ എടുക്കുക. അടിയിൽ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ പാനിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഈ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അടിയിൽ വേറെ പാൻ വെക്കുന്നത് അടി പിടിക്കാതിരിക്കുക. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്ന് പതഞ്ഞ് വരുന്ന പോലെ ഉണ്ടാവും. അതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കുക. മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ 10-15 മിനിറ്റിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്ത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഒരു 3 മിനിറ്റും കൂടെ. എന്നിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നോക്കിക്കോ, ഒന്നും മുറിഞ്ഞു പോകാത്ത വിധത്തിൽ എല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. വീഡിയോസ് ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നാളെ നല്ല വീഡിയോസുമായിട്ട് വരാം.